നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. LBS സെൻറ്ററിൻ്റെ ഇപ്പോൾ പുതിയ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൽ BSc നഴ്സിംഗ് എന്ന കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിഷൻ നോക്കുന്ന വിദ്യാർത്ഥികൾക്കും പേരൻസിനും അറിയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായി നമുക്ക് LBS സെൻറ്ററിൻ്റെ വെബ്സൈറ്റിൽ കയറി പരിശോധിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കോഴ്സ് നെയിം BSc നഴ്സിംഗ് എടുക്കാം. ദെൻ നമുക്ക് കോളേജ് വൈസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് കൊടുത്തിരിക്കുന്ന അനന്തപുരി കോളേജ് ഓഫ് നഴ്സിംഗ്, അത് നോർമൽ ഒരു ഹോസ്പിറ്റൽ കോളേജാണ്. അതിൽ നമുക്ക് പരിശോധിക്കുമ്പം കുട്ടികളുടെ പേര്, ആപ്ലിക്കേഷൻ നമ്പർ, ഏത് കോട്ടയിലാണ് കിട്ടിയിരിക്കുന്നത്, ഇൻഡെക്സ് മാർക്ക് എത്രയാണ്, അതിൽ സ്റ്റേറ്റ് മെറിറ്റിൽ എത്രയാണെന്നുള്ളത് നമുക്ക് വിശദമായി പരിശോധിക്കാം. അത് ഇങ്ങനെ താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് കമ്മ്യൂണിറ്റി കാണാൻ പറ്റും. എത്ര കമ്മ്യൂണിറ്റിയിൽ ഏതൊക്കെ റാങ്കിലാണ് വന്നിരിക്കുന്നത്, ഏതൊക്കെ ഇൻഡെക്സിലാണെന്ന് കാണാൻ പറ്റും. അതിൽ നമുക്ക് ടോട്ടൽ പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര സീറ്റാണ് അതിൽ ഫില്ലായിക്കണത് കാണാൻ പറ്റും. ഇനി അടുത്ത് നമുക്ക് കോളേജ് കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് കോളേജ് കാറ്റഗറി മെഡിക്കൽ കോളേജ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആലപ്പുഴ, നമുക്ക് നഴ്സിംഗ് കോളേജ് നോക്കാം. അതിൽ നമുക്ക് സ്റ്റുഡൻസിൻ്റെ പേര് കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റേറ്റ് മെറിറ്റിൽ എത്രയാണ്, ഇൻഡെക്സ് സ്കോർ എത്രയാണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റേറ്റ് മെറിറ്റ് കൂടാതെ വരുന്ന കമ്മ്യൂണിറ്റിയിൽ എത്ര പേര് ഏത് റാങ്കിലുള്ളവർക്കാണ് കിട്ടിയിരിക്കുന്നത് കാണാൻ പറ്റും. ഏതൊക്കെ കമ്മ്യൂണിറ്റിയിലുള്ളതാണെന്ന് നമുക്ക് പരിശോധിക്കാൻ പറ്റും. അതിൽ നമുക്ക് 1 by 1 ആയിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് എത്ര പേര് ജോയിൻ ആയി എന്ന് അറിയാൻ പറ്റും. 74 പേരോളം നമുക്ക് അതിൻ്റെ ജോയിൻ ആയി. അടുത്ത സിമ്മറ്റ് കോളേജ് നമുക്ക് പരിശോധിക്കാം. സിമ്മറ്റ് കാറ്റഗറിയിൽ നമുക്ക് കുട്ടികളുടെ പേരും ഇത് നേരത്തെ പറഞ്ഞതുപോലെ കോട്ട ബേസിലുള്ളവർ എത്ര പേര് ഉണ്ടെന്നുള്ളത് പരിശോധിക്കാൻ പറ്റും. അത് ക്രോസ് ചെക്ക് ചെയ്യുമ്പോഴും ഇതേ സെയിം പോലെ തന്നെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൽ വരുന്നവരുടെ ലിസ്റ്റുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന വിദ്യാർത്ഥികളുടെ ലിസ്റ്റും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സിമ്മറ്റിൽ ആ കോളേജിൽ എത്ര സീറ്റ് കംപ്ലീറ്റ്ലി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോക്കേറ്റ് ആയി എന്നറിയാൻ പറ്റും. അടുത്ത വരുന്ന CPAS റിലേറ്റഡ് കോളേജ്, CPAS റിലേറ്റഡ് നമുക്ക് നോക്കുമ്പോൾ പാലാ കോട്ടയത്തുള്ള കോളേജിൽ എത്ര കുട്ടികൾ അലോക്കേറ്റ് ആയിട്ടുണ്ട്, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആയിട്ടുണ്ട്. അതിൽ നമുക്ക് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എത്രയാണ് വന്നിരിക്കുന്നത്, അതുപോലെ കമ്മ്യൂണിറ്റിയിൽ എത്ര പേര് വന്നു, അതിൽ ടോട്ടൽ നമ്പർ ഓഫ് എത്ര സീറ്റിലേക്ക് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പുഷ്പഗിരി മെഡിക്കൽ കോളേജും കൂടെ നോക്കാം. അതിൽ നിന്ന് നമുക്ക് നോക്കും മെഡിക്കൽ കോളേജ് കാറ്റഗറിയാണ്, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ്. അതിൽ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതേ സെയിം ഇത് തന്നെയാണ്. കുട്ടികളുടെ പേര്, കോട്ട ബേസ്, കമ്മ്യൂണിറ്റിയിൽ അതുപോലെ സ്റ്റേറ്റ് മെറിറ്റും നമുക്ക് പരിശോധിക്കാം. അതിൽ നമുക്ക് എത്ര രൂപ കുട്ടികൾ പേയ്മെൻറ്റ് ചെയ്തു, അതായത് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ പേയ്മെൻറ്റ് അടച്ചോ ഇല്ലയോ എന്നുള്ളത് വെരിഫൈ ചെയ്യാൻ പറ്റും. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ക്രോസ് ചെക്ക് ചെയ്ത് കഴിയുമ്പം അതിൽ എത്ര പേര് അലോക്കേറ്റ് ആയിട്ടുണ്ട്, എത്ര സീറ്റിലേക്ക് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇത്രയും ഞാൻ ക്ലാസിഫിക്കേഷൻ ടൈപ്പിലാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഓരോ ടൈപ്പ് നഴ്സിംഗ് കോളേജ് കാറ്റഗറിയിൽ എങ്ങനെയാണ് കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലായി. ഇതിൽ മാർക്ക് അല്പം കുറവുള്ള വിദ്യാർത്ഥികൾ, അതായത് കിട്ടാൻ സാധ്യതയില്ല എന്ന് തോന്നുന്ന വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇൻഡെക്സ് മാർക്ക് കുറവുള്ള വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ്റിൻ്റെ മെറിറ്റ് ഫീസിൽ പഠിക്കാനുള്ള അവസരം നിലവിലുണ്ട്. ആ അവസരം പ്രധാനമായിട്ടും അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് വിനിയോഗിക്കാം. അതെങ്ങനെയാണെന്നുള്ളതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന മെറിറ്റ് ഫീസിൽ പഠിക്കാനുള്ള അവസരമുണ്ട്. ഇവ കൂടാതെ തന്നെ BSc നഴ്സിംഗ് നോക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും പ്രധാനമായിട്ട് അറിയേണ്ട കാര്യം, ആപ്ലിക്കേഷൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി കുട്ടികൾക്ക് മാർക്ക് കുറവുള്ളവർക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. LBS അലോട്ട്മെൻറ്റിൽ ഇപ്പം സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ എത്രമാത്രത്തോളം കോളേജിലെ സീറ്റ് ഫില്ലായി എന്നുള്ളത് നമുക്ക് നേരിട്ട് അറിയാൻ പറ്റുന്ന കാര്യമാണ്. ഇനി ബാലൻസ് റിമൈനിങ് എത്ര സീറ്റുണ്ട്, ആ സീറ്റിലേക്ക് ഓരോ അലോട്ട്മെൻറ്റ് ഘട്ടത്തിലും എത്ര വീതം സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിലുള്ളവർ കയറും, കമ്മ്യൂണിറ്റി റാങ്കിലുള്ളവർ കയറും എന്നുള്ളത് നമുക്ക് ഈ 2 ട്രെൻഡിങ് അലോട്ട്മെൻറ്റ്സ് വന്നപ്പോൾ ഏകദേശം മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ നിലവിൽ ഇതുവരെ അഡ്മിഷൻ അലോട്ട്മെൻറ്റ് വഴി കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് നിരുത്സാഹപ്പെടാതെ ഗവൺമെൻറ് മെറിറ്റ് ഫീസിൽ പഠിക്കാനുള്ള അവസരം പ്രസൻറ്റ് കണ്ടീഷനിലുണ്ട്. അതിനെപ്പറ്റി വിശദമായിട്ട് അറിയാനും അഡ്മിഷൻ നേടാനും താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.